ഹലോ ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. വരാൻ പോകുന്ന LDC ഖാദി ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻവർഷ ചോദ്യപേപ്പറിലൂടെയുള്ള 26ാം ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണം. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് ഗണത്തിൽ പെട്ടവയാണ്. പ്രൈമേറ്റുകൾ. ഇറ്റലിയുടെ ഏകീകരണത്തിനു ശ്രമിച്ച ചിന്തകൻ മസീനി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാപ്പിരി. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ്. അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യ. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. മനുഷ്യന്റെ ഏതു പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിത അവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണം. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. സുനാമി എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം തുറമുഖ തിരകൾ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപം നാസിസം. നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിന്റെ ചുരുക്കെഴുത്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം. തിര തടവും തിര ശിഖരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സ്വയംഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരിയുടെ പേര് ഗോണ്ട്വാനാലാൻഡ്. പാൻജിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത് പന്തലാസ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മംഗോളിയ. ഏതു സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്?
യാട്ട സമ്മേളനം. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ചാൾസ് നിയമം. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? പാർസക്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ആണവ നിലയം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. പച്ചിരുമ്പ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം? 1, 3. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ക്ലോറൈഡ്. ഇവിടെ ഒരു പ്രതീകം തന്നിട്ടുണ്ട് R3517 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഒരു പ്രതീകത്തിന്റെ, അതായത് ആറിന്റെ മുകളിലുള്ള 35 ആണ് മാസ് നമ്പർ. ആറിന്റെ മുകളിലുള്ള 35 ആണ് മാസ് നമ്പർ. ആറിന്റെ താഴെയുള്ളത് 17 ആറ്റോമിക് നമ്പർ ആണ്. അപ്പൊ മുകളിലുള്ളത് മാസ് നമ്പർ, താഴെയുള്ളത് ആറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എവിടേക്കാണെന്ന് അറിയണം, തെറ്റാൻ പാടില്ല. മുകളിലുള്ളത് മാസ്. മാസുള്ള ആൾ എപ്പോഴും മുകളിലാണ് എന്ന് ഓർത്തു വെക്കുക. താഴെയുള്ളത് ആറ്റോമിക് നമ്പർ. ഒന്ന് ഓർത്തു വെക്കാൻ, ചായ ആറ്റിയപ്പോൾ താഴത്ത് വീണു എന്ന് അങ്ങനെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ മുകളിലുള്ളത് മാസ് നമ്പർ, താഴെയുള്ളത് ആറ്റോമിക നമ്പർ. ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ കാണുക. മാസ് നമ്പർ എത്രയാണ്? 35. ആറ്റോമിക നമ്പറോ 17. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. ഈ ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് ചെറിയ വിശദീകരണം നൽകുന്നതിനാണ് വീണ്ടും പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നു, മുകളിലുള്ളത് മാസ് നമ്പറും താഴെയുള്ളത് ആറ്റോമിക നമ്പറും. എന്താണ് ഐസോടോപ്പുകൾ? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പ് എന്ന് പറയുന്നു. എന്താണ് ഐസോബാർ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നും, ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോബാർസ് എന്നും പറയുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസോടോപ്പുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ എ നോക്കൂ.
മുകളിലുള്ളത് വ്യത്യസ്ത മാസ് നമ്പറാണ് തന്നിരിക്കുന്നത്, താഴെയുള്ളത് വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ശരിയല്ല. ഓപ്ഷൻ ബി നോക്കൂ, വ്യത്യസ്ത മാസ് നമ്പറാണ് തന്നിരിക്കുന്നത്, വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയല്ല. ഓപ്ഷൻ സി നോക്കൂ, ഒരേ മാസ് നമ്പറാണ് തന്നിരിക്കുന്നത്, വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഐസോബാർ ആണ്. ഓപ്ഷൻ ഡി നോക്കൂ, വ്യത്യസ്ത മാസ് നമ്പറാണ് തന്നിരിക്കുന്നത്, ഒരേ ആറ്റോമിക് നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഐസോടോപ്പ് ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വനേഡിയം പെന്റോക്സൈഡ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്നു പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ. സീറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്ക്. ഒരു സസ്യ ഹോർമോണാണ് ഗിബ്ബറിലിൻ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? ഫംഗസ്. തലച്ചോറിനെയും സുഷ്മനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? മെനിഞ്ചസ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം? കാൽസ്യം ഫോസ്ഫേറ്റ്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വാക്സിനാണ് വസൂരി വാക്സിൻ. ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് വസൂരി വാക്സിൻ. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ദയാബായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത് പത്മനാഭൻ. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ? ഗലീലിയോ ഗലീലി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടൽ. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം? ചിൽക്ക തടാകം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്ന വൃക്ഷം? തെങ്ങ്. കേരള കായിക ദിനം? ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്?
അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഗ്യാൻ ദർശൻ. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്ന് ആക്കിയത്? കാനഡ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേര്? നീതി ആയോഗ്. ദൂരദർശൻ ആരംഭിച്ചത് എന്ന്? 1976 ഏപ്രിൽ 1. വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഫേസ്ബുക്ക്. ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏത്? സേ കത്തീഡ്രൽ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്ര? 5 രൂപ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. ഏതു സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? പശ്ചിമ ബംഗാൾ. കായിക കേരളത്തിന്റെ പിതാവ്? കേണൽ GV രാജ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഭോപ്പാൽ. ഒരു സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏത്? കേരളം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണികഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? 1986. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? പാലക്കാട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? SK നായർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? കേരളം. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വനേഡിയം പെന്റോക്സൈഡ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? മില്ലിഗൻ.
പ്രോട്ടോണിന്റെ മാസ് എത്ര? 1.67 ഇൻറ്റു 10⁻⁻27 kg. ഇലക്ട്രോണിന്റെ മാസാണ് 9.1009 ഇൻറ്റു 10⁻⁻31 kg. ന്യൂട്രോണിന്റെ മാസാണ് 1.6749 ഇൻറ്റു 10⁻⁻27 kg. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ കുടുംബം. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? ഹൈഡ്രജൻ. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയുന്നതിനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര്? തോമസ് ആൽവ എഡിസൺ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? ആന്തരിക പ്രതിഫലനം. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്ത്? ഐസോടോപ്പുകൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ അറിയപ്പെടുന്നത്? സസ്യങ്ങൾ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? മാങ്കൊമ്പ്. ക്ഷയരോഗം പകരുന്നത്? വായുവിലൂടെ. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തൽ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ? സൊമാറ്റോട്രോപിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം? കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം? റിക്കറ്റ്സ്. താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തത്? പേപ്പാറ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.